വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. നിയമസഭയിൽ ഇപ്പോൾ വികസന നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രൂവറി അടക്കം PPE കിറ്റ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തി അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രി PPE കിറ്റ് വിഷയത്തിൽ ഉള്ള മറുപടി, ആരോപണങ്ങൾക്കുള്ള മറുപടി പറഞ്ഞത്. ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. UDF കാലത്ത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നു. അത് 6,80,000 പേർക്കാണ്. കേന്ദ്ര വിഹിതം 300 രൂപ വീതം മാത്രമാണ്. ഈ കേന്ദ്ര വിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ്. 2023 ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത്. അതിനായി ചെലവഴിച്ച 429 കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആ ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വ്യവസായ മേഖല വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. UDF ഭരണകാലത്ത് ആ മേഖല, പ്രത്യേകിച്ച് കയറ്, മത്സ്യം, കൈത്തറി, ഖാദി, ഇങ്ങനെ എല്ലാം അതിദയനീയാവസ്ഥയിലായിരുന്നു. തൊഴിലാളികൾ പട്ടിണിയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽ മേഖലകളെ ആകെ പുനരുജ്ജീവിപ്പിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നത് അഭിമാനപൂർവ്വം തന്നെ ഞങ്ങൾ പറയുകയാണ്. പരമ്പരാഗത മേഖലക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിന് UDFൻ്റെ 2011-16 കാലത്ത് 210 കോടി രൂപയായിരുന്നു നൽകിയത്. LDF കഴിഞ്ഞ 8 വർഷക്കാലം 550 കോടി രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഖാദി മേഖല എടുത്താൽ UDF 260 കോടി രൂപയാണ് 2011-16 കാലത്ത് നൽകിയത്. ഈ 8 വർഷം 437 കോടി രൂപ നൽകിയിട്ടുണ്ട്. കയർ മേഖല 599 കോടി രൂപയാണ് UDFൻ്റെ 5 വർഷം നൽകിയത്. LDFൻ്റെ 8 വർഷം 1600 കോടി രൂപയാണ് നൽകിയത്. കശുവണ്ടി മേഖലക്ക് UDFൻ്റെ 5 വർഷം 236 കോടി രൂപയായിരുന്നു. LDFൻ്റെ 8 വർഷം 660 കോടി രൂപയാണ് നൽകിയത്. കരകൗശല മേഖലക്ക് UDFൻ്റെ 5 വർഷം എടുത്താൽ 25 കോടി രൂപ, LDFൻ്റെ 8 വർഷം 52 കോടി രൂപ. അപ്പോൾ പരമ്പരാഗത തൊഴിൽ മേഖലയെ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തി, ആധുനികവൽക്കരണവും കൂടുതൽ വിപണിയും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഭവന നിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് 2011-16 കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭവന പദ്ധതിയേ ഉണ്ടായിരുന്നില്ല. ആകെ നിർമ്മിച്ച് നൽകിയത് 3000 വീടുകളായിരുന്നു. കഴിഞ്ഞ 8 വർഷക്കാലം എടുത്താൽ 4,27,736 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. 1,11,306 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. UDFൻ്റെ കാലത്ത് പാർപ്പിടങ്ങൾ ഒരുക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടായില്ലെങ്കിൽ LDF ലൈഫ് മിഷൻ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പദ്ധതിയൊന്നും UDFനുണ്ടായിരുന്നില്ല. എന്നാൽ പുനർഗേഹം പദ്ധതി നടപ്പാക്കി LDF അതിനായി ശ്രമിച്ചു വരികയാണ്. ഈ പദ്ധതി മുഖേന 2578ഓളം കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ലഭ്യമാക്കാനായിട്ടുണ്ട്. 390 ഫ്ലാറ്റുകൾ, 2188 വീടുകൾ, വിവിധ സ്ഥലങ്ങളിലായി 1184 ഫ്ലാറ്റുകളുടെയും 1240 വീടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്.
ഇതിനു പുറമെ ലൈഫ് പദ്ധതിയിൽ ഫിഷറീസ് വിഭാഗത്തിൽ 4268 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ആകെ കഴിഞ്ഞ 8 വർഷക്കാലം എടുത്താൽ 12104 കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഫിഷറീസ് മേഖലയിൽ. സർ, പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തം ഭൂമിയിൽ അവകാശമേതുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ നേർചിത്രമായിരുന്നു UDF ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. പട്ടയം നൽകാൻ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ആ കാലത്തുണ്ടായില്ല. ഇവിടെ LDFൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 3,57,898 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. സർ, ഇനി ശേഷിക്കുന്ന കാലയളവ് കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്ത് ആകെ 5 ലക്ഷം പട്ടയം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.